ഇന്ത്യ പാക് വെടിനിർത്തലിൽ വീണ്ടും അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തലിൽ പ്രധാന പങ്കുവഹിച്ചത് താനാണെന്ന അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. തൻ്റെ നയതന്ത്ര സമീപനം ഒരു ആണവ യുദ്ധം ഒഴിവാക്കിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. വ്യാപാര സമ്മർദ്ദത്തിലൂടെയാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്നും ട്രംപ് പറയുന്നു. തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഈ അവകാശവാദം വീണ്ടും ഉയർത്തിയത്. ഇന്ത്യയോടും പാകിസ്ഥാനോടും നിരവധി വ്യാപാരങ്ങൾ നടത്തും, അതിനാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ശനിയാഴ്ച എൻ്റെ സർക്കാർ പൂർണ്ണവും ഉടമ്പടിയുള്ളതുമായൊരു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കും, ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളൊരു ആണവ സംഘർഷം അവസാനിപ്പിച്ചു. അതൊരു മോശം ആണവ യുദ്ധമാകുമായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനാൽ എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ട്, ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ മാധ്യമം CNN ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ US ആണെന്ന് അവകാശപ്പെടുന്നതായിരുന്നു ആ റിപ്പോർട്ട്. തുടക്കത്തിൽ അയഞ്ഞ നിലപാടുമായി മുന്നോട്ട് പോയ US ശനിയാഴ്ച വൈകിട്ട് വെടിനിർത്തൽ തികച്ചും നാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പിന്നിൽ US ആണെന്ന അവകാശവാദവും ട്രംപ് ഉയർത്തി. പിന്നാലെ പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വെടിനിർത്തൽ പ്രഖ്യാപനവുമായി എത്തി. എന്നാൽ വെടിനിർത്തലിൽ US-ൻ്റെ പങ്കിനെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല. ഇതോടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള പതിവ് തന്ത്രമാണ് ട്രംപ് പ്രയോഗിച്ചതെന്ന സംശയം ബലപ്പെട്ടു. പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ചയും വെടിനിർത്തൽ അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. അതിനൊപ്പം കശ്മീർ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ US സന്നദ്ധമാണെന്നും അറിയിച്ചു. ഈ പരാമർശം ഇന്ത്യയുടെ നയത്തിനെതിരാണ്. അതിനിടെയാണ് CNN റിപ്പോർട്ട് പുറത്തു വന്നത്. വെള്ളിയാഴ്ച US-ന് ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് വിവരം ലഭിച്ചെന്നാണ് CNN റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടു. ഈ റിപ്പോർട്ടാണ് ഇന്ത്യ പാക് വിഷയത്തിൽ US-നെ ഇടപെടാൻ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടെന്നും CNN അവകാശപ്പെട്ടു. റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ: അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചപ്പോൾ വാൻസ്, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന US ഉദ്യോഗസ്ഥരുടെ സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം നിരീക്ഷിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ വിവരം അറിയിച്ചു. തുടർന്നാണ് വാൻസ് മോദിയുമായി ബന്ധപ്പെട്ടത്. ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ സെൻസിറ്റീവ് സ്വഭാവം കാരണം US-ന് ലഭിച്ച റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കാൻ US ഉദ്യോഗസ്ഥന് വിസമ്മതിച്ചെന്നും CNN-ൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. വാരാന്ത്യത്തിൽ സ്ഥിതിഗതികൾ വഷളാകാൻ സാധ്യതയുണ്ടെന്ന് വാൻസ് പ്രധാനമന്ത്രി മോദിയെ അറിയിച്ചെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു. പാകിസ്ഥാനുമായി നേരിട്ട് സംസാരിക്കാനും സംഘർഷം ലഘൂകരിക്കാനുമുള്ള നടപടികളെക്കുറിച്ച് ചിന്തിക്കാനും വാൻസ് മോഡിയോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ആശയവിനിമയം നടത്തുന്നില്ലെന്നാണ് അമേരിക്ക കരുതുന്നത്. ആണവായുധങ്ങളുള്ള അയൽക്കാരായ രാജ്യങ്ങളെ ചർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും US-ന് ബോധ്യപ്പെട്ടെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായി CNN റിപ്പോർട്ട് പറയുന്നു. പാകിസ്ഥാൻ അംഗീകരിക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളെക്കുറിച്ചും വാൻസ് മോദിയുമായി സംസാരിച്ചു. പിന്നാലെ റൂബിയോയും മറ്റു ഉദ്യോഗസ്ഥരും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ആശയവിനിമയം നടത്തി. രാത്രി മുഴുവൻ റൂബിയോയും ഉദ്യോഗസ്ഥരും ഇരു രാജ്യങ്ങളുമായും ചർച്ച തുടർന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുമ്പോൾ മറ്റൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചു. വാൻസിന് മോദി നൽകിയ മറുപടി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമാബാദ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തവും കൂടുതൽ വിനാശകരവുമായിരിക്കുമെന്നാണ്. 3 ദിവസത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിനൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. മധ്യസ്ഥതയ്ക്ക് US ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷികളുടെ പങ്കില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്.